ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ലിറ്റിൽ സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാട്ടിന്റെ പല മേഖലകളിൽ പല കഴിവ് തെളിയിച്ച ഒരു കൊച്ചുമിടുക്കനാണ് നമ്മളോടൊപ്പം. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നമുക്ക് ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് അക്ഷയ് റജയ്. അക്ഷയ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? വില്ല നസ്രത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതെവിടെയാണ്? അത് ആര്യനാട് പാലേക്കോണം. ആര്യനാട്. ഓക്കെ. അക്ഷയുടെ ടാലൻസ് എന്തൊക്കെയാണ്? കീബോർഡും പാട്ട്. കീബോർഡും പാട്ടും അല്ലേ? പാട്ട് ഏതൊക്കെ പാട്ടാണ് പാടുന്നത്? നാടൻ പാട്ട്, മാപ്പിള പാട്ട്, ഹിന്ദി പാട്ട്, ഹിന്ദി സോങ്സ്, അങ്ങനെ എല്ലാ സോങ്സും പാടും. മെയിൻലി നാടൻ പാട്ടാണ്. നാടൻ പാട്ട്. ഓക്കെ. എത്ര വർഷം അക്ഷയ് നാടൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്? അത് 2ാം ക്ലാസ് തൊട്ട് പാടിയിട്ടുണ്ട്. 4ാം ക്ലാസ് തൊട്ടാണ് സ്റ്റേജിൽ പാടി തുടങ്ങിയിട്ടുള്ളത്. 4ാം ക്ലാസ് മുതലാണ് സ്റ്റേജ് ഷോസ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ഓക്കെ. അക്ഷയുടെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് വീട്ടിൽ? ഞാൻ, ചേട്ടൻ, അച്ഛൻ, അമ്മ. ഓക്കെ. ചേട്ടനും ഇതുപോലെ പാട്ട് എന്തെങ്കിലും പാടും? ചേട്ടൻ ഡ്രം, തബല. ഓക്കെ. അപ്പോൾ ചേട്ടനും അക്ഷയനെ പോലെ തന്നെ ടാലന്റഡ് ആണ്. അക്ഷയുടെ വീട്ടിൽ നാടൻ പാട്ട് പാടാൻ വേണ്ടി ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ? അച്ഛനും അമ്മയും. അച്ഛൻ പാട്ട് പാടുമോ? അച്ഛൻ പാട്ട് പാടും. അച്ഛൻ നാടൻ പാട്ട് പാടും. നാടൻ പാട്ട്. ഓക്കെ. ആദ്യമായിട്ട് അക്ഷയ് എത്രാമത്തെ വയസ്സിലാണ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത്? അത് 4ാം ക്ലാസ് തൊട്ടാണ് സ്റ്റേജിലെല്ലാം പോയി. ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോയി ആദ്യമായിട്ട് പാടാൻ പോകുന്നത്, ഡ്രമ്മിൻ്റെ കൂടെ. ആദ്യമായിട്ട് ചേട്ടൻ്റെ ഒപ്പമാണ് പാടി തുടങ്ങിയത്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് എപ്പോഴാണ് ചെയ്തത് സ്റ്റേജ് പെർഫോമൻസ്? ഒറ്റയ്ക്ക് ഞാൻ 2ാം ക്ലാസ് തൊട്ട് സ്കൂളിൽ ആനുവൽ ഡേ അങ്ങനെയുള്ള സ്കൂളിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആനുവൽ ഡേയ്സ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്താണ് അക്ഷയ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പാട്ടല്ലാതെ അക്ഷയ്ക്ക് വേറെ ഏതാ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും? കീബോർഡ് ഉണ്ട്. കീബോർഡ് വായിക്കാൻ അറിയാമല്ലേ? കീബോർഡ് എത്രാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയത്? കീബോർഡ് ഈ ഇടയ്ക്കാണ് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ. കീബോർഡ് പഠിക്കുന്നത് ആരുടെ ശിക്ഷണത്തിലാണ്? വിനീത് സാറിന്റെ അവിടെയാണ് കീബോർഡ് പഠിക്കുന്നത്. നാടൻ പാട്ട് എങ്ങനെയാണ്? സ്വന്തമായിട്ട് പാടി തുടങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പഠിച്ച് ആരുടെയും കീഴിൽ സ്വന്തമായിട്ട് പാടി തുടങ്ങിയതാണ്? ആരുടെയും കീഴിൽ അങ്ങനെ പഠിച്ചിട്ടില്ല? ഗുരുക്കന്മാരൊന്നുമില്ല? നാടൻ പാട്ടിൽ ഏറ്റവും കൂടുതൽ ആരുടെ ഇൻസ്പിറേഷനിലാണ് അത് പാടാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്? ബാനർജിയും മണിച്ചേട്ടനും അല്ലേ? പിന്നെ ഈ ഇടയ്ക്ക് ഏതെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? വുമൻസ് കോളേജിൽ അല്ലേ? വുമൻസ് കോളേജിൽ എപ്പോഴാ, ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അവിടെ? എല്ലാവരുമായിട്ടുള്ള ഡാൻസ്. ഞാൻ സ്റ്റേജിൽ നിന്ന് വെളിയിറങ്ങി നല്ല രീതിയിൽ പ്രേക്ഷകരായിട്ട് ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തത്. നമുക്ക് അക്ഷയുടെ ഒരു പെർഫോമൻസ് ഇവിടെ കേൾക്കാം. അക്ഷയ ഒരു നാടൻ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നതാണ്. നല്ലരിളങ്കവുങ്ങ് അങ്ങനെയില്ല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്, പാൽക്കവുങ്ങിൽ തലപ്പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഒന്നാനാം നല്ലരിളങ്കവുങ്ങ് അങ്ങനെയില്ല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്, പാൽക്കവുങ്ങിൽ തലപ്പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. തെക്കേല പാത്തുൻ്റെ മോളാണ് നല്ല കാണാണ്ടഴകുള്ള ഖദീജ പെണ്ണ്, ആരും കൊതിക്കണ പൂവാണ് നമ്മൾ തെക്കേല പാത്തുൻ്റെ മോളാണ്. ഒന്നാനാം നല്ലരിളങ്കവുങ്ങ് അങ്ങനെയില്ല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്, പാൽക്കവുങ്ങിൽ തലപ്പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. നല്ല രീതിയിലാണ് അക്ഷയ് നമുക്ക് വേണ്ടി ഇവിടെ ഒരു പാട്ട് പാടിയത്. വളരെ നന്നായിട്ട് പാടി. ഈ സോങ് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തോ? ഒരുപാട് സമയം എടുത്തു. ആദ്യമായിട്ട് പഠിക്കുന്നത് മാപ്പിളപ്പാട്ടാണോ ഇത്? ആദ്യമായിട്ട് പഠിക്കുന്ന മാപ്പിളപ്പാട്ടാണ്. ഓക്കെ. ഇപ്പോൾ നാടൻ പാട്ടും മാപ്പിളപ്പാട്ടുമാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അല്ലേ? പിന്നെ ഹിന്ദി സോങ്സും പാടാറുണ്ടോ? ഓക്കെ. ഹിന്ദി എങ്ങനത്തെയാണ്? ഹിന്ദുസ്ഥാനി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയില്ല, എല്ലാ സോങ്സും പാടും. ആദ്യമായിട്ട് അക്ഷയ് പഠിച്ച ഒരു നാടൻ പാട്ട് ഏതാണ്? ഒന്നാനാം തുഞ്ചൻ പറമ്പിൽ. അതൊന്ന് പാടാമോ?
തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. വാവ്, സോ ബ്യൂട്ടിഫുൾ. നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ അക്ഷയ് പാട്ട് ഇവിടെ പാടി. പിന്നെ ഇനി അടുത്തൊരു ഹിന്ദി സോങ്ങും കൂടെ പാടാവോ? ഹിന്ദി ഏത് സോങ് ആണ് പാടുന്നത്? ഏ മേരാ ദിൽ. ഏ മേരാ ദിൽ. ഹിന്ദിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണ്, അല്ലെങ്കിൽ ഗായിക? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ? ഓക്കെ, അപ്പോൾ ഒരു ഹിന്ദി ഗാനം പാടും. ഏ മേരാ ദിൽ പ്യാർ കാ ദീവാനാ, ഏ മേരാ ദിൽ प्यार का दीवाना, आता है मुझको प्यार में जल जाना, मुश्किल है प्यार तेरा बच की जाना. ये मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना. दिल वो चाहे जिसे उसे पाए, प्यार वो यार की जो नाम पे ही मिट जाए. जान की बदलवी जान लो नसराना, ए मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना. അടിപൊളിയായിട്ട് പാടി അക്ഷയ്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സൂപ്പർ പെർഫോമൻസ്. സ്റ്റേജിൽ ഇങ്ങനെ ഹിന്ദി സോങ്സ് ഒക്കെ പാടാറുണ്ടോ അക്ഷയ്? നാടൻ പാട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും നാടൻ പാട്ട് ഏതെങ്കിലും ഒരു സിഗ്നേച്ചർ പെർഫോമൻസ് ആയിട്ടുണ്ടോ അക്ഷയുടെ? ഒരു ഒരു പർട്ടിക്കുലർ സോങ് നമ്മൾ എല്ലാ സ്റ്റേജിലും പോകുമ്പോൾ പാടുന്നത്? പണ്ട് കണ്ണ് പുത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ, ഇന്നത്തെ കണ്ണുരുട്ടിക്കാത് കാതും പൂട്ടിക്കളി എന്ന പോലെ, കളി ഊഞ്ഞാലില തന്നലിലാന്നു മേലെ ചെന്നു വരാന്നു പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു പോയ കാലമേ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാ നീ പിള്ളത്തരമേ നീ.
മണിച്ചേട്ടന്റെ ഏതെങ്കിലും ഒരു നാടൻ പാട്ട്, ഒരു നല്ലൊരു പാട്ട് പാടാവോ മണിച്ചേട്ടന്റെ? ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ, നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ, നിന്നിലോ ഞാനല്ലേടി എന്നിലോ നീയല്ലേ പൊന്നുമോളെ, നിന്നിലോ ഞാനല്ലേടി എന്നിലോ നീയല്ലേ പൊന്നുമോളെ, എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി, എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി, ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ, നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ. സൂപ്പർ. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നല്ല പെർഫോമൻസ് ആയിരുന്നു അക്ഷയ്. അക്ഷയുടെ ഗുരുവായ ബാനർജി സാറിനെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്? അദ്ദേഹം ആദ്യമായിട്ട് പഠിക്കാൻ പോയപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? പാട്ട് കേട്ടിട്ടുണ്ട്. സാറ് ആദ്യമായിട്ട് സ്റ്റേജിൽ എന്നെ കൊണ്ട് പുലിയൂർ ജയകുമാർ സാറാണ്, അവരെ നിലാവ് ഫോക്ക് ബാൻഡാണ് ആദ്യമായിട്ട് ഞാൻ അവരെ ബാൻഡിലാണ് പാടി തുടങ്ങിയത്. ഓക്കെ. ആ സാറാണ് ഗുരു. അദ്ദേഹമാണ് ബാക്കി ഷോസ് ഒക്കെ കൊണ്ടുപോയിട്ടുള്ള സാറ് പുലിയൂർ ജയകുമാർ സാർ. ഓക്കെ. സാറിനെ എത്രാമത്തെ വയസ്സിലാണ് കണ്ടുമുട്ടുന്നത്? ഞാൻ ആദ്യത്തെ 4ാം ക്ലാസ്സിലത്തെ പരിപാടി ആദ്യത്തെ പരിപാടി സാറിൻ്റെ കൂടെയായിരുന്നു. 4ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ചെയ്ത സാറിൻ്റെ കൂടെയാണ് ആദ്യത്തെ ഷോ. ഓക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് വുമൻസ് കോളേജിൽ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് സാറിൻ്റെ കൂടെ? അത് ചിലമ്പാട്ടം ബാൻഡ്. ചിലമ്പാട്ടം ബാൻഡിലുണ്ടോ അക്ഷയ്? ഏത് ബാൻഡിൽ? ചിലമ്പാട്ടം ബാൻഡ്, മിലാവ്, എല്ലാ ഈ 2 ബാൻഡ്സിലും ഉണ്ടല്ലേ? ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് ഉള്ളത് കൂടെ പെർഫോമൻസ് ചെയ്യുന്നത്? ഇത് കുറെ ചേട്ടന്മാര് ചേച്ചി. അല്ല, അറിയാന്നുള്ളവരുടെ കുറച്ച് പേര് പറയാവോ? കാവ്യ ചേച്ചി, കാവ്യ, പിന്നെ സുരഭി ചേച്ചി, പിന്നെ അമൽ ജ്യോതി ചേച്ചി, പിന്നെ അമൽജിത്ത് ചേട്ടൻ, അവരൊക്കെയാണ് കൂടെ പാടുന്നത് അക്ഷയുടെ കൂടെ. അക്ഷയുടെ കൂടെ സമപ്രായത്തിലുള്ള അക്ഷയനെ പോലെ ഫ്രണ്ട്സ് ഒന്നുമില്ല, എല്ലാവരും മുതിർന്നവരാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ബാൻഡിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരാൾ അക്ഷയാണല്ലേ? അക്ഷയ് മുടിയൊക്കെ വളർത്തിയിരിക്കുന്നത് പാട്ടിന് വേണ്ടിയാണോ? അല്ലല്ല, പാട്ടിനും പിന്നെ ക്യാൻസർ പേഷ്യന്റ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മുടിയൊക്കെ ഡൊണേറ്റ് ചെയ്തല്ലേ? നല്ല മുടി ഉണ്ടായിരുന്നു അതോ? ഇത് വരെ ഉണ്ടായിരുന്നു. അത് RCCയിൽ ഡൊണേറ്റ് ചെയ്തല്ലേ? ക്യാൻസർ പേഷ്യന്റ്. വെരി ഗുഡ്. നല്ലൊരു കാര്യമാണ് അക്ഷയ് ചെയ്തത്. ഇപ്പോൾ സ്കൂളിൽ ഈ മുടി വളർത്തുമ്പോൾ അവിടെ ഡിസിപ്ലിനറി പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു? ഡൊണേറ്റ് ചെയ്യണമെന്ന് അവർ സ്കൂളിൽ കുഴപ്പമൊന്നുമില്ല, ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഫാദർ, പിന്നെ ടീച്ചർ സോഫിയ എന്നാണ് ടീച്ചറിന്റെ പേര്, ക്ലാസ് ടീച്ചർ. പിന്നെ ഫാദറിന്റെ പേര് ഷാജി ഫാദർ എന്നാണ്. സാറും ക്ലാസ് ടീച്ചറും നല്ല സപ്പോർട്ടാണ്. സ്കൂളിലുള്ള എല്ലാ ടീച്ചർമാരും ഫാദർമാരും എല്ലാം സപ്പോർട്ടാണ്. അവർക്ക് ഇഷ്ടമാണോ നാടൻ പാട്ട്? ഇഷ്ടമാണല്ലേ? കീബോർഡും സ്കൂളിൽ പെർഫോമൻസ് ചെയ്യാറുണ്ടോ? കീബോർഡ് അസംബ്ലിക്ക് ചെയ്തിട്ടുണ്ട്. അസംബ്ലിക്ക് പാട്ട് വായിച്ചിട്ടുണ്ട്. അസംബ്ലിക്കൊക്കെ ചെറിയ രീതിയിൽ ഇപ്പോൾ കീബോർഡ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഉണ്ടോ? ഈ കലാപരമായി വേറെ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വായിക്കണം, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഗിറ്റാർ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? നാടൻ പാട്ടിന്റെ തന്നെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇല്ലേ? ചെണ്ട, അതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേറെ അക്ഷയുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് ഡ്രോയിങ്, കീബോർഡ്, ഡാൻസ് ചെയ്യും അല്ലേ? ഡാൻസ് എപ്പോ തൊട്ടാ ചെയ്തു തുടങ്ങി? ഏത് ക്ലാസ് തൊട്ടാ? അത് കുറെ വർഷമായി. അല്ല, പഠിച്ചതല്ല, സ്വന്തമായിട്ട് സ്കൂളില് ആനുവൽ ഡേ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ ചെയ്യും അല്ലേ? പിന്നെ അല്ലാതെ പാട്ട്, ഡാൻസും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലേ, ഡ്രോയിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഡ്രോയിങ് എങ്ങനെ? അത് പെൻസിൽ ഡ്രോയിങ് അതും പഠിച്ചിട്ടില്ല. അതും പെയിന്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? പെൻസിൽ ഡ്രോയിങ് ആണ്. ആരുടെങ്കിലും സ്കെച്ചസ് ഒക്കെ വരയ്ക്കാറുണ്ടോ? സ്കെച്ച് ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ വേറെ ഏതൊക്കെയാണ് അക്ഷയ്ക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, താല്പര്യമുള്ള? ഇതൊക്കെ തന്നെയാണ്. നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയർ
മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ. 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ. നീ തൂവൽ പോലെ കാറ്റിൽ വന്ന് നെഞ്ചിൽ തൊട്ടില്ലേ ജീവൻ. ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൻ കണ്ടതല്ലേ. ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൻ കണ്ടതല്ലേ. നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ. നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ. നിന്നിലോ ഞാനല്ലേടി എന്നിലോ നീയല്ലേ പൊന്നുമോളെ. നിന്നിലോ ഞാനല്ലേടി എന്നിലോ നീയല്ലേ പൊന്നുമോളെ. എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി. എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്ന് എല്ലാം കൊഴിഞ്ഞില്ലേടി. ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൻ കണ്ടതല്ലേ. ബാലട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൻ കണ്ടതല്ലേ. നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ. നർന്നല്ലി നിർമ്മല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടിയേ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് അജയകുമാർ. അജയ് കുമാർ. അച്ഛൻ എന്താ ചെയ്യുന്നത്? ബിസിനസ്സാണ്, അലുമിനിയം ഫാബ്രിക്കേഷൻ. അലുമിനിയം ബിസിനസ്സാണ്. അമ്മയുടെ പേരെന്താ? റനില മഞ്ജു. അമ്മ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. പിന്നെ വേറെ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ അക്ഷയ്ക്ക്? സഹോദരൻ? ചേട്ടനുണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഡ്രം, തബല അതൊക്കെ വായിക്കും. സ്റ്റേറ്റിൽ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഓക്കെ. അപ്പോൾ ചേട്ടന് പ്രൈസസ് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? സ്റ്റേറ്റിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയല്ലേ? എന്തിനാണ്? തബല. ചേട്ടൻ അപ്പോൾ നല്ല രീതിക്ക് തബല വായിക്കുന്ന ആളാണല്ലേ? ഓക്കെ. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയാണോ ഉള്ളത്? 4 പേര്. ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈക്ക് പറയാറുണ്ടോ? ഫീഡ്ബാക്സ് പറയാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ശരിയാക്കണം, കുറച്ചും കൂടെ ബെറ്റർ ചെയ്യണം, അങ്ങനത്തെ ഫ്രണ്ട്സ് ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ ഫ്രണ്ട്സ് അല്ല, പാട്ട് വന്ന ചേച്ചിമാർ പറയും ഇങ്ങനെ നോക്കണം, ശ്രദ്ധിക്കണം, പാട്ട് കുറച്ചും കൂടെ എല്ലാം നോക്കി. ഓക്കെ. അപ്പോൾ നമുക്കൊരു കീബോർഡ് പെർഫോമൻസ് കണ്ടാലോ? ഒരു കീബോർഡ് എന്തെങ്കിലും ഒരു സോങ് എന്തെങ്കിലും വായിക്കോ അക്ഷയ്? ഓക്കെ. നല്ല രീതിയിൽ അക്ഷയ് പെർഫോമൻസ് ചെയ്തു കീബോർഡ്. അക്ഷയ് ഏത് ക്ലാസ് തൊട്ടാണ് കീബോർഡ് പഠിച്ചു തുടങ്ങിയത്? ഈ ഇടയ്ക്കാണല്ലേ? പക്ഷെ നല്ല രീതിയിൽ അക്ഷയ് കീബോർഡ് വായിക്കുന്നുണ്ട്. നമുക്കൊരു മാപ്പിള പാട്ട് കേട്ടാലോ? ഒരു പാട്ട് പാടാം, ഒരു മാപ്പിള പാട്ട്. ചിലച്ചകപ്പെടുകയും പടവിന് കൊടുമൈ വീരറി മരക്കാർ കഥമിലെ ബെഴി കൊണ്ടേ അധികമേ അണ്ടേ മുറിച്ചിട്ട് കഥമേറ്റ
മുറിച്ചിട്ട് കഥമുറ്റ ബിലങ്കട്ട ദൂടമറ്റ തുമ്മൽ തൊട്ട് തട്ടിക്കെട്ടി ചാടിപ്പൊരുതിയിടയി ചിലർച്ചകപ്പെടുകയും പടബിന കൊടുമായി വീരറി മരക്കാരർ കഥമിലെ വെടികൊണ്ടേ അധികമേയണ്ടേ മുറിച്ചിട്ട് കഥമുറ്റ ബിലങ്കെട്ട ദൂടമറ്റ തുമ്മൽ തൊട്ടി തട്ടിക്കെട്ടി ചാടിപ്പൊരുതിയിടയി കലമ്പിടും പുലിപാലെ പൊരുതവ തളര വീളു സമയമി തോര കുഞ്ഞകമത വരണ്ടേ ഒരു പുറം നിന്റെ പടകത്തി ഒരു കുത്തിയതമത്തിനാറടുത്താനകം ചെയ്യും ബലിപ്പെട്ട് മേയി ബലിപെട്ട് ചിലർച്ചകപ്പെടുകയും പടവിന കൊടുമൈ വീരറലി മരക്കാര കഥമിലെ വെടികൊണ്ടേ അധികമേയണ്ടേ മുറിച്ചിട്ട് കഥമുറ്റ ബിലങ്കെട്ട ദുടമറ്റ തുമ്മൽ തൊട്ടി തട്ടിക്കെട്ടി ചാടിപ്പൊരുതിയിടയി നല്ല രീതിയിലാണ് ഇന്ന് അക്ഷയ് ഇവിടെ നല്ല സോങ്സ് ഒക്കെ പാടി. അതുപോലെ മാപ്പിളപ്പാട്ട്, നാടൻ പാട്ടൊക്കെ നല്ല മികച്ച രീതിയിൽ പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെ അക്ഷയുടെ കീബോർഡ് പെർഫോമൻസും കേൾക്കാൻ അടിപൊളിയായിരുന്നു. സൂപ്പർവായിട്ടുണ്ട് അക്ഷയ്. ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും പെർഫോമൻസ് നന്നായി കാഴ്ചവെക്കാൻ വന്നതിന് വളരെ താങ്ക് യു സോ മച്ച്. ലിറ്റിൽ സ്റ്റാർസിനെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് കൃഷ്ണ.